ശബരിമലയിലേക്ക് പ്രവേശിക്കുന്നതിന് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അട്ടത്തോട് ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതിനാൽ നിലയ്ക്കലിൽ നിന്നുള്ള ഭക്തർക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എരുമേലിയിൽ നിന്നെത്തുന്ന ഭക്തർക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് നിയന്ത്രണങ്ങൾ, ഏത് തരത്തിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ശബരിമലയിൽ, എങ്ങനെയൊക്കെയാണ്? നിലവിൽ മോത്തി ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വലിയ മഴ തുടരുകയാണ്. പമ്പയുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നിലവിൽ നിലയ്ക്കൽ നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള നിയന്ത്രണമാണുള്ളത്. കാരണം മട്ടത്തോട് ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അഗ്നിരക്ഷാ സേന എത്തി ആ പ്രശ്നം പരിഹരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ നിന്നുള്ള ഭക്തരുടെ പ്രവേശനം നിലവിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എരുമേലിയിൽ നിന്നുള്ള ഭക്തരുടെ നിയന്ത്രണവും എന്തായാലും പ്രവേശനത്തിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയിലേക്ക് നിലവിൽ ഈ മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് ഭക്തരുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും മട്ടത്തോട് മണ്ണിടിച്ചിലുണ്ടായത് കാരണമാണ് നിലയ്ക്കൽ നിന്നുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ പമ്പയിലേക്ക് കടത്തിവിടാത്തത്. അതുമാത്രമല്ല, മഴ ഇപ്പോഴും തുടരുകയാണ്. മഴ അങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ നിലവിൽ ശബരിമലയിലുള്ള സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തർക്ക് പമ്പയിൽ ഇറങ്ങി സ്നാനം നടത്താനുള്ള കാര്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ശബരിമലയിൽ പോകുന്ന ആളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഴ അവിടെ കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ട്. അത് പാലിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ശരി.